ആശാപ്രവർത്തകർക്ക് അധിക വേതനം പ്രഖ്യാപിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാരിന്റെ വക കുരുക്ക്. സർക്കാരിന്റെ നിലപാടിനെ തുടർന്നാണ് അധിക വേതനം നൽകാൻ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അനുവാദം നൽകാത്തത്. പഞ്ചായത്തുകളുടെ തനത് ഫണ്ടിൽ നിന്ന് പ്രഖ്യാപിച്ച തുക നൽകുന്നതിന് സർക്കാരിന് ഒരു നഷ്ടവുമില്ല എന്നിരിക്കെയാണ് ഈ ക്രൂരത. ഇനി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം ഒന്ന് കേൾക്കാം. ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. 26,125 പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. ഈ ഇനത്തിലെ പ്രതിവർഷം 250 കോടി രൂപയാണ് ചെലവാകുന്നത്. അതായത് ആശാവർക്കർമാർക്ക് പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വർഷം 250 കോടി രൂപയുടെ ചെലവുണ്ടാകും. ഇനി ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ നിലപാടിൽ കടുത്ത പ്രതിഷേധമാണ് ഓണറേറിയം വർദ്ധിപ്പിച്ച പഞ്ചായത്തുകൾക്കുള്ളത്. മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. പ്രതിമാസം 7000 രൂപയായിരുന്നു മുത്തോലി പഞ്ചായത്ത് ആശമാർക്ക് വേണ്ടി വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശമാർക്ക് 1000 രൂപ വേതനം വർദ്ധിപ്പിക്കുന്നു എന്നറിയാൻ സാധിച്ചത്. ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികൾക്ക് ഇത് എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് വളരെ സംശയമുണ്ട്. കാരണം BJP ഭരിക്കുന്ന മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ ആശമാർക്ക് 7000 രൂപ അധിക വേതനം നൽകുന്നതിന് DPCക്ക് നൽകുകയും ആ തുക DPC അംഗീകരിക്കാതിരിക്കുകയും അതിനുശേഷം കോർ കമ്മിറ്റിക്ക് നമ്മൾ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം കോർ കമ്മിറ്റിയിലും അത് അംഗീകരിക്കാതെ പോവുകയും ചെയ്തു. പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നാണ് നമ്മൾ ഈ 7000 രൂപ അനുവദിച്ചത്. ഒരു പക്ഷേ ആശമാരോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഒരു പഞ്ചായത്തിന് അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്ക് ഈ വേതനം നൽകാനുള്ള അനുവാദം സർക്കാരിന് കൊടുക്കുവാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇത് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഈ വർധനവ്, അതോ മറ്റു പല കാരണങ്ങൾ കൊണ്ടാണോ ഈ വർധനവ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ കൊടുങ്ങൂർ, നമുക്കറിയാം ആശമാർ സമരം തുടങ്ങിയിട്ട് 6 മാസത്തിലേറെയാകുന്നു. ഇതുവരെയും ഒരു വർധനവ്, ഓണത്തിന് അടക്കം അവർ പട്ടിണിയിരുന്നു, മുടി മുറിച്ചു. ഈ പ്രതിഷേധങ്ങളൊന്നും കണ്ടിട്ട് സർക്കാരിന്റെ മനസ്സലിഞ്ഞില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തണം. അത്തരമൊരു വെറും ജലരേഖ പ്രഖ്യാപനം മാത്രമായാണ് ഇതിനെ കാണേണ്ടത്. മാത്രമല്ല, ആശമാരെ മാത്രമല്ല, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി വെട്ടിലാക്കുകയല്ലേ സർക്കാരിന്റെ ഈ പുതിയ പ്രഖ്യാപനത്തിലൂടെ? അരുൺ, തീർച്ചയായും ആശമാർക്ക് അർഹിക്കുന്ന ആനുകൂല്യം നൽകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഭരിക്കുന്ന ചില പഞ്ചായത്തുകൾ, അതോടൊപ്പം തന്നെ നഗരസഭകൾ ഇത്തരത്തിൽ ആശമാർക്കുള്ള ഓണറേറിയം അത് തനത് ഫണ്ടിൽ നിന്നും വർദ്ധിപ്പിക്കാനായി തീരുമാനിച്ചത്. ആ ഒരു പ്രഖ്യാപനം വലിയ വാർത്തയാകുകയായിരുന്നു. ആശമാരെ സംബന്ധിച്ചോളം അത് വലിയ ആശ്വാസമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം വലിയ ജോലി എടുക്കേണ്ട ആളുകളാണ്, അവർക്ക് തുച്ഛമായ വേതനമായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഈ സമരത്തിലേക്കൊക്കെ തന്നെ പോയിരുന്നത്. സമരം ചെയ്തുകൊണ്ട് നീതി ലഭിക്കുമെന്നുള്ള ഒരു വലിയ സത്യമൊക്കെ തന്നെ അവർ മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ആ സമരത്തിലേക്ക് ഇറങ്ങിയെങ്കിലും സർക്കാരിൻ്റെ ആ ഒരു നിലപാട്, പ്രതിഷേധാത്മകമായ ആ ഒരു നിലപാട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഈ ഒരു അവസരത്തിലാണ് ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത്. അത് മുത്തോലി ഗ്രാമപഞ്ചായത്താകട്ടെ 7000 രൂപയാണ് ഇവർക്ക് ആശമാർക്ക് തനത് ഫണ്ടിൽ നിന്നും, അതായത് സർക്കാരിനെ സംബന്ധിച്ചോളം യാതൊരു തരത്തിലുള്ള ബാധ്യതയുമില്ല. പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടാണ്, പഞ്ചായത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഫണ്ടാണ്. ആ ഫണ്ടിൽ നിന്നുമാണ് 7000 രൂപ വർദ്ധിപ്പിച്ചത്. അതോടൊപ്പം തന്നെ പാലക്കാട് നഗരസഭയടക്കം ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും സർക്കാരിൻ്റെ ആ കുബുദ്ധി അല്ലെങ്കിൽ ക്രൂരമായ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വേണം. ഈ പൈസ കൃത്യമായി തന്നെ ഓരോ മാസവും ആശമാർക്ക് കൊടുക്കണമെങ്കിൽ. പക്ഷേ ആദ്യം ഈ DPC ഈ ഒരു വിഷയത്തിൽ നിലപാട് എടുത്തിരുന്നു. ഒരു തരത്തിലും ഈ ഒരു തീരുമാനം അംഗീകരിക്കാനാകില്ല എന്ന് പറയുന്നു. പക്ഷെ കാരണം എന്തെന്ന് അവർക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇതിനുശേഷമാണ് അപ്പീൽ ആയി കോർ കമ്മിറ്റിയിലേക്ക് ഈ ഒരു നടപടിയുമായി പഞ്ചായത്തുകൾ മുന്നോട്ട് പോയത്. പക്ഷെ അവിടെയും നിഷേധാത്മകമായ ഒരു നിലപാടാണ് ഈ അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും ഈ ആശമാർക്ക് അർഹിക്കുന്ന ആനുകൂല്യം അത് പഞ്ചായത്തുകളുടെ തനത് ഫണ്ടിൽ നിന്നും അവർ നൽകാൻ നിശ്ചയിച്ച ആ പണം പോലും കൊടുക്കാൻ ഒരു തരത്തിലും സമ്മതിക്കാത്ത സർക്കാരാണ് ഏറ്റവും ഒടുവിൽ ഈ 1000 രൂപ
രൂപ എന്നുള്ള ഒരു നിസ്സാരമായുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് അവർ എത്തുകയും ചെയ്തത്. ഓരോ പഞ്ചായത്തുകളും 2000, 3000 അങ്ങനെ 7000 രൂപ വരെയൊക്കെ തന്നെ ഓരോ പഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനും ഒക്കെ തന്നെ പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് പോലും ഈ തുക അവരുടെ ആശമാരുടെ കയ്യിലേക്ക് എത്താതിരിക്കാനുള്ള ക്രൂരമായ ഒരു ഇടപെടൽ തന്നെയായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ വിഷയത്തിലൊക്കെ തന്നെ വരികയും ചെയ്തിരുന്നു. ഇതിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. ആശമാർക്ക് വേണ്ടി 1000 രൂപ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള വലിയ പ്രഖ്യാപനം വന്നു. വലിയ ആഘോഷമാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു. അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മുത്തോലി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത് മുത്തോലി, നമുക്കറിയാം ഈ സർക്കാരിന്റെ ഈ പ്രഖ്യാപനം, ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനം, അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. ഇപ്പോൾ ഈ ആശമാരെ മാത്രമല്ല കുരുക്കിലാക്കുന്നത്, അവരോട് പണ്ടേ സർക്കാരിന് കണ്ണില്ലാ ക്രൂരത തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായി നിങ്ങളെ കൂടി കുരുക്കിലാക്കുകയല്ലേ സർക്കാർ? രഞ്ജിത്ത് മുത്തോലി. തീർച്ചയായിട്ടും. കാരണം ഈ ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിലാണ് ഇവർ ആശമാർക്കുള്ള വേതനം കൂട്ടിയത്. കാരണം മുത്തോലി പഞ്ചായത്തിൽ 7000 രൂപയോളം ആശമാർക്ക് തനത് ഫണ്ടിൽ നിന്ന് അധിക വേതനം നൽകാൻ വേണ്ടി പ്രോജക്റ്റ് വെച്ച് DPCക്ക് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ DPC അംഗീകരിക്കാൻ വന്നപ്പോൾ അത് കോർ കമ്മിറ്റിക്ക് നമ്മൾ കൊടുക്കുകയും ആ കമ്മിറ്റി അത് റിജക്ട് ചെയ്ത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് റിജക്ട് ചെയ്തത്. ആ സർക്കാർ തന്നെയാണ് ഇപ്പം അധിക വേതനം 1000 രൂപ ഒരു പ്രഹസനം എന്ന നിലയ്ക്കാണ് ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ വരുമ്പോൾ ആ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് പല കാര്യങ്ങളും, ആശാവർക്കറുടെ കാര്യങ്ങൾ മാത്രമല്ല പല കാര്യങ്ങളും ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ സർക്കാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അധിക വേതനം നൽകാൻ അനുമതി ഇല്ലല്ലോ രഞ്ജിത്ത് മുത്തോലി. പിന്നെ എന്താണ് ഇത്തരം ഒരു തീരുമാനത്തിന് പിന്നിൽ? എന്താണ് താങ്കളുടെ അനുമാനം? അത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട്, കാരണം വരാൻ പോകുന്ന ഇലക്ഷൻ മുന്നിൽ കണ്ട് LDF സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പം നമ്മുടെ ശബരിമല വിഷയമൊക്കെ അറിയാം. അപ്പം ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി, എല്ലാ ആശാവർക്കർമാരെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി അവർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് അത് കൊടുക്കുമെന്ന് പോലും സംശയമാണ്. ഇലക്ഷൻ മുന്നിൽ കണ്ടാണ് അവർ 1000 രൂപ അവരെ ആശാവർക്കർമാർ വരെ പറയുന്ന 500 കിട്ടുള്ളൂ എന്ന് പറയുന്നു, 1000 കിട്ടുകയില്ല എന്ന് പറയുന്നു. അവർക്ക് തന്നെ സംശയമാണത്. അപ്പൊ അത് പ്രഹസനമാണത്. ഒരു പ്രഹസനം എന്ന് തന്നെ പറയേണ്ടി വരും. ആശാ പ്രവർത്തകരോട് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും സർക്കാരിന്റെ കണ്ണില്ലാ ക്രൂരത തുടരുകയാണെന്നാണ് അങ്ങയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. തീർച്ചയായും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു ഓരോ പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഈ ഒരു നിലപാടിലേക്ക് നടപടിയിലേക്ക് പോയത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടത്തുന്നത്? അത് ആശമാരോടുള്ള ഒരു ക്രൂരമായ ഒരു ഇടപെടൽ എന്ന് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്ര വലിയ രീതിയിലുള്ള ഒരു സമരമായിരുന്നു, സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമരമായിരുന്നു അവർ നടത്തിയത്. സമരം ചെയ്ത് വന്ന ഒരു സർക്കാർ തന്നെയാണ്, സമരം നടത്തിയ ഒരു പാർട്ടി നയിക്കുന്ന സർക്കാർ തന്നെയാണ്, ആ സർക്കാർ തന്നെയാണ് ആശമാരോട് കാണിക്കുന്ന ഒരു വിവേചനം എന്ന് കൂടി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ ആ ഒരു ഭൂമിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം വലിയ രീതിയിലുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അർഹമായ ആനുകൂല്യം നൽകുക എന്നുള്ള ഏറ്റവും ന്യായമായ ആവശ്യം ഒരു കാര്യത്തിലും പരിഗണിക്കാത്ത ഒരു സർക്കാർ തന്നെയാണ് ഇവിടെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ നൽകാൻ ഉദ്ദേശിച്ച പൈസ പോലും നൽകാം എന്ന് പ്രഖ്യാപിച്ച പണം പോലും നൽകാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ലാത്ത ഒരു കുറ്റകരമായ ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് വലിയ ചർച്ചയായി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് കേവലം 1000 രൂപ പ്രതിമാസം വർദ്ധിപ്പിക്കുന്നു എന്നുള്ള വലിയ പ്രഖ്യാപനമാണ് സർക്കാർ നടത്തുന്നതെന്ന് അവർ തന്നെ പറയുന്നു. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ 7000 രൂപ അടക്കം ഒരു മാസം ആശമാർക്ക് ലഭിക്കുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന അതോടൊപ്പം തന്നെ അവർക്ക് കിട്ടുന്ന ഒരു അർഹമായ ആനുകൂല്യം എന്ന് തന്നെയാണ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച ഓരോ പഞ്ചായത്തുകളും പറയുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് സർക്കാർ പോകാത്തത്? എന്തുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ ഒരു അതൃപ്തി തന്നെയാണ് ഈ DPC ഇതിന് അനുമതി നൽകാത്തതിനുള്ള പിന്നിലുള്ള കാരണമെന്ന് കൃത്യമായി തന്നെ അവർ പറയാതെ പറയുകയും ചെയ്യുന്നു. എന്തായാലും ആശമാരോടുള്ള സർക്കാരിൻ്റെ ക്രൂരത ഇപ്പോഴും തുടരുക തന്നെയാണ്. ഒരു തരത്തിലും അവരെ ജീവിക്കാൻ സമ്മതിപ്പിക്കാത്ത അവസ്ഥയിലേക്ക് തന്നെ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്തുകളുടെ തനതു ഫണ്ടിൽ നിന്നും അവർ മുഖ്യമന്ത്രിയെ കാണാൻ പലതവണ ആശമാർ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത്രയധികം സമരം നടത്തിയിട്ട് മുഖ്യമന്ത്രി അവരെ കാണാൻ തയ്യാറായില്ല, പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടും തയ്യാറായില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുഖ്യമന്ത്രി ആശമാരെ കാണുന്നു.
അതും 21,000 രൂപ വേണമെന്ന് ആവശ്യപ്പെട്ട ആശമാരുടെ 1000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ ഇക്കാര്യത്തിൽ ഉരുണ്ട് കളിക്കുകയല്ലേ? തീർച്ചയായും ഒരു ജനാധിപത്യ രാജ്യത്ത് അതോടൊപ്പം തന്നെ ഒരു സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അങ്ങനെ സമരം ചെയ്തു തന്ന ഒരു പാർട്ടിയുടെ നയിക്കുന്ന സർക്കാരാണ്. ആ സമരത്തോട് എത്രത്തോളം ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് നമ്മൾ ഈ ആശമാരുടെ സമരത്തിൽ കണ്ടതാണ്. തികച്ചും ന്യായമായ ആവശ്യമാണ്. ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി തന്നെ ചെയ്തുകൊണ്ട് നമ്മുടെ ആരോഗ്യ രംഗത്തിന് ഏറ്റവും ശക്തമായ ഏറ്റവും കരുത്ത് പകരുന്ന ഒരു കൈത്താങ്ങ് നൽകുന്ന പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു ഈ ആശമാർ നൽകിയിരുന്നത്. അത് നമുക്കറിയാം, കോവിഡ് വന്ന ആ ഒരു സമയത്ത് അതോടൊപ്പം തന്നെ മറ്റ് മഹാമാരികളൊക്കെ തന്നെയും പുറപ്പെട്ട് വരുമ്പോൾ ആ ഒരു സമയത്ത് അതിനെ തടയാൻ മുന്നണി പോരാളികളായി തെരുവിൽ ഇറങ്ങിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാവിധ നടപടികളും ഒക്കെ തന്നെ സ്വീകരിച്ച ആളുകളാണ് ആശമാർ. ആ ആശമാർ സമരം ചെയ്യുന്നു. അത് തങ്ങളുടെ ഓണറേറിയം അത് കൃത്യമായി തന്നെ വർദ്ധിപ്പിക്കണം. 21,000 രൂപയിലേക്ക് എത്തിക്കണം. മാന്യമായ ഒരു വേതനം നൽകണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ച് തെരുവിലിറങ്ങി സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ നേരിടാനുള്ള എന്തെല്ലാം കാര്യങ്ങളാണോ സർക്കാർ നൽകിയത് ആ കാര്യങ്ങളൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഗൂഢമായുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ട് 1000 രൂപ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. പക്ഷേ അതിനകത്തെ ആത്മാർത്ഥത തന്നെയാണ് നമ്മൾ ഈ ഒരു വാർത്തയിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. കേവലം 1000 രൂപ വർദ്ധിപ്പിക്കാൻ പ്രഖ്യാപനം നടത്തിയ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പഞ്ചായത്തുകൾ തനത് ഫണ്ടിൽ നിന്നും ഈ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ എടുത്ത തീരുമാനത്തിന് വിലങ്ങുതടിയായി, തടസ്സമായി, പ്രതിസന്ധിയായി, ബുദ്ധിമുട്ടായി നിൽക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഈ മണിക്കൂറിൽ ഉന്നയിക്കുന്നത്. എന്തായാലും ആശമാരുടെ കണ്ണീര് അതോടൊപ്പം തന്നെ അത് കാണാതിരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ അവരുടെ ആത്മാർത്ഥത കാണാതിരിക്കാൻ കഴിയില്ല. ഇത് കണ്ടുകൊണ്ട് മാത്രമാണ് ഈ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇങ്ങനെ അവർക്ക് ഓരോ മാസവും ഈ ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. മാന്യമായ ഒരു വേതനം അവർക്ക് കൊടുക്കാനായി നിശ്ചയിച്ചത്. പക്ഷേ അതിന് പോലും തടയിടുന്ന ഒരു സമീപനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത നമ്മൾ അത് കൃത്യമായി തന്നെ പറയുന്നു. കൃത്യമായി തന്നെ ഈ ഓരോ നടപടികളും അത് കൃത്യമായി തന്നെ വിശദീകരിച്ച് പറയുകയും ചെയ്യുന്നു. എന്തിനാണ് ആശമാരോട് സർക്കാർ ഇത്തരത്തിലുള്ള ക്രൂരത കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അശ്വതി. യെസ്, അരുൺ കൊടുങ്ങൂർ, അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ആശാപ്രവർത്തകർക്ക് അധിക വേതനം പ്രഖ്യാപിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സർക്കാർ വക കുരുക്കാണ്. ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. ആശാപ്രവർത്തകരോട് സർക്കാരിന്റെ കണ്ണില്ല ക്രൂരത വീണ്ടും ദൃശ്യമാകുന്നു. 1000 രൂപ പ്രഖ്യാപിക്കുമ്പോഴും സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പാണ് ഈ നിലപാടിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്.